നേരത്തെ മോഹൻലാലിൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹം അവസാന നിമിഷം അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏക ആശ്വാസം എന്ന് മനസ്സിലാക്കുന്നു. അവിടേക്ക് എത്തുന്ന ആളുകൾ ആരൊക്കെയാണ്? ഇപ്പോൾ ഈ കൊച്ചി സിനിമാ മേഖലയാണ്, അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഈ തിരുവനന്തപുരത്തേക്ക് മൃതശരീരം കൊണ്ടുവരുന്നതിന് മുൻപ് അവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുക എന്നൊരു ലക്ഷ്യമുണ്ടാകുമല്ലോ. അശ്വതി, കൊച്ചിയില് പരിസരത്തുള്ള ഈ മേഖലയിലെ സിനിമാ പ്രവർത്തകർ അത് നടന്മാർ മാത്രമല്ല, മറ്റു സാങ്കേതിക പ്രവർത്തകർ തുടങ്ങി എല്ലാവരും തന്നെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ പരിസരത്തുള്ള എല്ലാവരെയും തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. സംവിധായകൻ ജോഷി ഉൾപ്പെടെ മറ്റ് സിനിമാ പ്രവർത്തകർ, അങ്ങനെ വളരെ സീനിയറായ ആളുകൾ എല്ലാവരും തന്നെ ഈ ഭാഗത്തേക്ക് ഇവിടേക്ക് എത്തുകയും അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുകയും എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു മരണ വാർത്ത അറിഞ്ഞ് അവിടേക്ക് എത്തിച്ചേരുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവരെല്ലാം അവിടേക്ക് വരുന്നു. എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തുന്ന ഒരു സ്ഥിതി തന്നെയായിരുന്നു. മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ ആ സമയത്ത് തന്നെ അവിടേക്ക് വരികയും വളരെയേറെ സമയം അവരോട് ചെലവഴിച്ച് മടങ്ങുകയും എല്ലാം ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ ഈ മോഹൻലാലും അമ്മയും ആയിട്ടുള്ള ഒരു അടുപ്പം എന്ന് പറയുന്നത് അത് ഒരുപാട് പേര് ഈ ചർച്ച ചെയ്യുകയും പറയുകയും എല്ലാം തന്നെ ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം അമ്മയ്ക്ക് മോഹൻലാലിനോടുള്ള ഒരു വാത്സല്യം, ലാലു എന്ന നീട്ടിയുള്ള ആ ഒരു വിളിയും സ്നേഹവും ആ പറച്ചിലും എല്ലാം തന്നെയും അതിൽ നിറയുന്നത്, പകർന്നു കൊടുക്കുന്നതുമെല്ലാം അത് വല്ലാത്തൊരു വാത്സല്യവും എല്ലാം തന്നെയാണ്. പലപ്പോഴും പറയുന്നത് പോലെ അദ്ദേഹം ഇപ്പോഴും ഈ യാത്രകൾ കഴിഞ്ഞ് അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലുന്നത്, അതിനുള്ളൊരു സമയം അദ്ദേഹം കണ്ടെത്തുന്നത് അമ്മയ്ക്ക് വേണ്ടി മാത്രം നീക്കിവെക്കപ്പെട്ട ഒരു സമയം തന്നെയാണ്. അദ്ദേഹം പറയുന്നത് പോലെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്നത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അമ്മയ്ക്ക് എന്നോട് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് എന്റെ ഏറ്റവും വലിയ സങ്കടങ്ങളിൽ ഒന്ന് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. കാരണം ഈ തിരക്കുകളിൽ നിന്ന് അദ്ദേഹം അമ്മയ്ക്ക് അടുത്തേക്ക് ഓടിച്ചെന്ന് വളരെയധികം സമയം അമ്മയ്ക്കൊപ്പം ഇരുന്ന് ആ വിശേഷങ്ങൾ പങ്കുവച്ച് അവർക്ക് പറയാനും പരിഭവിക്കാനും അങ്ങനെയെല്ലാമായിട്ട് സ്നേഹത്തോടെ പിണങ്ങാനും എല്ലാം ഒരുപാട് കാര്യങ്ങൾ അവർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. വളരെ സ്നേഹത്തോടെ അവർക്ക് അങ്ങനെ ഒരു സമയം ചെലവഴിക്കൽ മോഹൻലാലിന് ആ വീട്ടിലുണ്ടായിരുന്നു. ആ പരിസരവാസികൾ പറയുന്നത് പോലെ മോഹൻലാൽ അവിടേക്ക് എത്തുമ്പോൾ ആ വീട് മറ്റൊന്നാകുന്നു. കാരണം അതുവരെയും അവിടെ ഒരു രോഗി പരിചരണവും കാര്യങ്ങളും എല്ലാമായിട്ടുള്ള അതിനകത്തുള്ള ജീവനക്കാരും കാര്യങ്ങളുമെല്ലാമാണ്. മോഹൻലാൽ അമ്മയ്ക്കൊപ്പം ചേരുമ്പോൾ അടുത്ത് അവർക്കൊപ്പം ഇരിക്കുമ്പോൾ ഇതെല്ലാം ആ ഒരു പരിസരവും മാറുന്നുണ്ട് അതിനനുസരിച്ച് എന്നതാണ് അവർ പറയുന്നത്. അവിടേക്ക് എത്തുന്നവർ മോഹൻലാലിനൊപ്പം സമയം ചെലവഴിക്കാം, അവർക്ക് മോഹൻലാലിനോടൊപ്പം ഫോട്ടോ എടുക്കാം. കാരണം ലാൽ മറ്റൊരാളായി അവിടെ മാറുന്നു, ഒരു കുട്ടിയായി താരപരിവേഷം ഇല്ലാത്ത ഒരാളായിട്ട് മാറ്റിയെടുക്കാനായിട്ട് അമ്മയുടെ സാമീപ്യവും എല്ലാം തന്നെ കഴിയുന്നു എന്നതാണ് ആ ഒരു പരസ്പരത്തിന്റെ എല്ലാം തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത്രമേൽ അടുപ്പം, അത്രമേൽ ഇഴയടുപ്പം അവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നതാണ് നമ്മൾ കഴിഞ്ഞ കുറെ സമയമായി ഇതെല്ലാം തന്നെ പറയുന്നത്. അത് മറ്റൊരു അടയാളപ്പെടുത്തൽ കൂടിയാണ് അശ്വതി. കാരണം ഈ ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടം ഈ ബന്ധങ്ങളുടെ ഒരു മൂല്യവും കാര്യങ്ങളും എല്ലാം തിരിച്ചറിയുന്നതിൽ എത്രത്തോളം വിജയിക്കുന്നു എന്നത് പലപ്പോഴും സംശയകരമാകുന്ന ഒരു ചോദ്യങ്ങളുണ്ട്. അവിടെ നമുക്ക് വലിയ ഉദാഹരണങ്ങളായിട്ട് ഈ ഒരു അമ്മയും മകനെയും എല്ലാം പരിചയപ്പെടുത്താവുന്നതാണ്. കാരണം ഇത് ആ രീതിയിൽ അവരുടെ സ്വപ്നങ്ങൾക്ക് ഒപ്പം അതിനേക്കാൾ മേലെ എല്ലാം തന്നെ പറക്കുന്ന ഒരു മകൻ, ഒരു സിനിമാ ലോകത്തിന്റെ ഒരു മഹാത്ഭുതം, വലിയൊരു പ്രതിഭാസം. പക്ഷേ എല്ലാ ഉയരങ്ങളിൽ നിന്നും അമ്മയുടെ ഒരു തണുപ്പും തേടിക്കൊണ്ട് ആ തായ്വേരിലേക്ക് വീണ്ടും എപ്പോഴും എല്ലാ തിരക്കുകളിൽ നിന്നും പിന്നെയും ഇറങ്ങി നടന്നു വരുന്ന ഒരു മകനെ നമുക്ക് മോഹൻലാലിൽ കാണാനായിട്ട് കഴിയും. കാരണം എല്ലാത്തിന്റെ ശീതളിമയേക്കാളും അമ്മയുടെ ആ സ്നേഹച്ചൂട് തന്നെ ഇഷ്ടപ്പെട്ട് കടന്നു വരുന്ന ഒരു മകനെ നമുക്ക് മോഹൻലാൽ എപ്പോഴും തന്നെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം അമ്മയെക്കുറിച്ച് പറയുമ്പോൾ വികാരാധീനനാവുന്നത്. പൊതുവേദികളിൽ മറ്റൊന്നും പറയാൻ, മറ്റൊരു വിഷയങ്ങളിലേക്കും അദ്ദേഹം അധികമൊന്നും സംസാരിക്കാതെ പോകുമ്പോൾ അവിടെ അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ വളരെ വികാരാധീനനായി അദ്ദേഹം സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമാണ്. ആ അമ്മയുമായുള്ള അടുപ്പം ആ വേദികളിൽ അദ്ദേഹം ഓർത്തെടുക്കാറുണ്ട്. നമുക്കറിയാം ഈ ഇടയ്ക്ക് വളരെ വൈറലായ ഒരു രംഗമുണ്ട്. അബ്ദുൾ സമദാനി ശ്രീ അദ്ദേഹം മാതൃത്വത്തെ കുറിച്ച് പറയുന്ന ഒരു വേദിയിൽ മോഹൻലാൽ
കണ്ണുകൾ നിറഞ്ഞ ഈറനാകുന്നതും തന്റെ അമ്മയെക്കുറിച്ച് പറയുന്നതുമെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അത്രമേൽ ഒരടുപ്പം സൂക്ഷിച്ച അമ്മയും മകനുമാണ്. നഷ്ടത്തിന്റെ ഒരു ആഴം മോഹൻലാൽ എന്ന മഹാനടനപ്പുറം മോഹൻലാൽ എന്ന മകൻ അമ്മയുടെ വിയോഗം തൊട്ടറിയുകയാണ് ഇന്ന്. കാരണം മറ്റെന്തുണ്ടെങ്കിലും ആ ഒരു വിയോഗത്തിന്റെ ഒരു ആഴങ്ങൾ അദ്ദേഹത്തിന് മാത്രം ബോധ്യപ്പെടാവുന്ന ആ ഒരു അകലങ്ങൾ തന്നെയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്ന ഒരു നിമിഷങ്ങൾ. അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ ഈ ദിവസങ്ങളും ഈ സമയവും കടന്നു പോകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അശ്വതി. ശരി, ഡാനി പോളാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായാലും മോഹൻലാലിൻ്റെ വീട്ടിൽ കൂടുതൽ സിനിമാ പ്രവർത്തകർ അങ്ങോട്ടേക്കായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചി എളമക്കരയിലെ വീട്ടിലേക്ക് ഇന്ന് വൈകിട്ട് രാത്രി 9 മണിയോടെ അവിടെ നിന്നും മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ രാവിലെയാണ് തിരുവനന്തപുരത്ത് എത്തുക. അതിനുശേഷം വൈകിട്ട് 4 മണിയോടെയാണ് തിരുവനന്തപുരം മുടവൻ മുകളിലെ മോഹൻലാലിൻ്റെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ്. എന്തായാലും മോഹൻലാലും അമ്മയും തമ്മിലുള്ള ബന്ധം അതുതന്നെയാണിപ്പോൾ ഓരോരുത്തരും ഓർത്തെടുക്കുന്നത്. ആ ബന്ധത്തെക്കുറിച്ച് സിനിമാ പ്രവർത്തകരായാലും മോഹൻലാലിൻ്റെ സുഹൃത്തുക്കളായാലും ഒക്കെ ഈ അമ്മയെയും മകനെയും അടുത്തറിയുന്നവർ അവർക്ക് വാതോരാതെ പറയാൻ അത്രയുമുണ്ട് കാര്യങ്ങൾ എന്നുള്ളതാണ്. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചപ്പോഴും അത് അമ്മയുള്ളപ്പോൾ അത് വാങ്ങാൻ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഏറെ സന്തോഷം എന്ന് പറഞ്ഞ് മോഹൻലാലിനെ നമ്മൾ കണ്ടു. അമ്മയുടെ സംസാരം ഇപ്പോൾ കുഴഞ്ഞു പോകുന്നുണ്ട്, വ്യക്തമല്ല പറയുന്നത്, പക്ഷേ എനിക്കത് മനസ്സിലാകും എന്ന് പറഞ്ഞ് മോഹൻലാലിനെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഒരു മകന് 90 വയസ്സുവരെ ജീവിച്ച അമ്മയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമോ അതെല്ലാം ചെയ്തു കൊടുത്ത് അമ്മയുടെ അവസാന നിമിഷം അമ്മയ്ക്കരികിൽ ഉണ്ടായിരുന്ന ഒരു മകൻ, അതാണ് ഇപ്പോൾ നമ്മൾ ആ ബന്ധത്തിൻ്റെ ഒടുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും മോഹൻലാലിൻ്റെ ഇളമക്കരയിലെ വീട്ടിലേക്ക്, കൊച്ചി ഇളമക്കരയിലെ വീട്ടിലേക്ക് സിനിമാ പ്രവർത്തകരുടെ ഒരു വലിയ ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് അവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന നിരവധി ആളുകൾ അവിടേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വശത്ത് കാണുന്നത് മോഹൻലാലിൻ്റെ ഇളമക്കരയിലെ വീടാണ്, മറുവശത്ത് തിരുവനന്തപുരത്തെ മുടവൻ മുകളിലെ വീടാണ്. ഈ വീട്ടിലേക്കാണ് നാളെ രാവിലെ മൃതദേഹം എത്തിക്കുക. ഇവിടെയും നിരവധി ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനുണ്ടാകും. അതുകൊണ്ട് തന്നെ വൈകുന്നേരം 4 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. മോഹൻലാലിൻ്റെ അച്ഛനും സഹോദരനും അന്തിയുറങ്ങുന്ന മണ്ണിലേക്കാണ് അമ്മയെയും എത്തിക്കുക. മോഹൻലാലിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേര് നമുക്കറിയാം, വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്നാണ് അച്ഛൻ്റെ പേര്. വിശ്വനാഥൻ നായർ എന്ന അച്ഛൻ്റെയും ശാന്തകുമാരി അമ്മ എന്ന അമ്മയുടെയും പേര് ചേർത്താണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന് മോഹൻലാൽ രൂപം നൽകിയത്. അത്തരത്തിൽ എല്ലാ മേഖലയിലും മികവ് തെളിയിച്ച് അല്ലെങ്കിൽ ആ മേഖലയിലെല്ലാം ഇടപെട്ട് മുന്നോട്ട് പോകുന്ന സാമൂഹ്യ പ്രവർത്തന രംഗത്തടക്കം അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ സാന്നിധ്യം ഇനിയും ഉണ്ടാകണം എന്ന ഒരു മകൻ്റെ ആഗ്രഹം, അതാണ് വിശ്വശാന്തി ഫൗണ്ടേഷനിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും എളമക്കരയിലെ വീട്ടിലേക്ക് നിരവധി ആളുകളാണ്, സിനിമാ പ്രവർത്തകരടക്കം അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.